ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഗർഭിണിയാണെന്നും പറഞ്ഞ് വിധി എഴുതിയത് അവിടെ നിൽക്കുകയാണ് ചന്ദ്രമതി. ശ്രുതിക്കും അറിയത്തില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അച്ഛൻ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, ഞാനിത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചന്ദ്രമതി നിൽക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒത്തിരി സന്തോഷമായിട്ട്, നമ്മളിൽ ആരൊക്കെയോ ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കുക. ചന്ദ്രേ, നമുക്ക് അപ്പം ചന്ദ്രമതി പറഞ്ഞു നമുക്കൊരു ഫംഗ്ഷൻ വെക്കണമെന്ന്. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, ചന്ദ്രേ ഫംഗ്ഷനൊക്കെ വെക്കാൻ വരട്ടെ, ആദ്യം നീ ശ്രുതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞത് തന്നെ ആയിരിക്കും ഡോക്ടറും പറയാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ചന്ദ്ര പറയുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിന് ചന്ദ്ര തീരുമാനമാക്കി. ശ്രുതി, നീ ഇവളെ ഡോക്ടറെ കൊണ്ടേ കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അതെ, അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷമൊന്നും ഇവന് കാണുന്നില്ലല്ലോ. കണ്ടില്ലേ ഇവൻ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം അച്ഛനോട് പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ സച്ചിയേട്ടാ, അദ്ദേഹം സന്തോഷം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണെന്ന കാര്യം ഇങ്ങനെ നേരെ നമ്മുടെ രേവതി പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് രവിയേട്ടനൊക്കെ സന്തോഷം സഹിക്കാൻ മേലാതെ നിൽക്കാം. ഇപ്പോൾ രണ്ടുപേരും വേഗം ചെല്ലാൻ പറഞ്ഞ് രണ്ടുപേരെയും നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അതേ മോളെ ഭക്ഷണം കഴിക്കണം, പിന്നെ വോമിറ്റിംഗ് ആണ്, തലവേദനയാണ്, അതിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഒന്നും കഴിക്കാതിരിക്കരുത്, ഞാൻ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുക, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഭക്ഷണം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ഈശ്വര, അപ്പോഴത്തേക്കും അവിടെ ശ്രുതിക്കും ആകെ ടെൻഷനായി. ശ്രുതിയും ആകെ വള്ളി പിടിച്ച അവസ്ഥയിലിരിക്കുക കേട്ടോ. ശ്രുതി എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ശ്രുതിയുടെ ഈ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് ചന്ദ്ര വന്നു. മോളിത് കഴിക്കുന്നും പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കുക. അങ്ങനെ ശ്രുതിയെ സ്നേഹം കൊണ്ട് പൊതിയുവാണ്. ഇനി നീ നന്നായി ഭക്ഷണം കഴിക്കണം, കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉരുട്ടി വാരി വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ശ്രുതി ഇടയ്ക്ക് ശ്രുതിയെ നോക്കുന്നുണ്ട്, ഇത് മേടിച്ച് കഴിക്കുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ശ്രുതി ഇങ്ങനെ ആകെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിരിയൊക്കെ ഉണ്ടാക്കിയൊക്കെ ചിരിച്ച്, എടാ നീ പോയി റെഡി ആവടാ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി ഒരുങ്ങാനായിട്ട് പോയി. ചന്ദ്ര നേരത്തേനും പറഞ്ഞു കൊടുക്കും, ഇനി പഴയതുപോലെ ഓടിച്ചാടി നടക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തും ഞാൻ ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ ചന്ദ്രമതിയുടെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മതി ആൻറ്റി, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, ബാക്കി നമുക്ക് വന്നിട്ട് കഴിക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ ശ്രുതി അകത്ത് കയറി ചെന്നിട്ട് ഇവരാരും കാണാതെ വയറ് മുട്ട കഴിക്കുക. അത് കണ്ടുകൊണ്ടാണ് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ കയറി ചെല്ലുന്നത്. രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതിയെ. പക്ഷെ ശ്രുതി കണ്ടില്ല കേട്ടോ. ശ്രുതി ഇവർ വന്നത് കണ്ടില്ല. ഈ സമയത്ത് ശ്രുതി എവിടെ നിന്ന് അങ്ങ് പോയി. പെട്ടെന്ന് ചന്ദ്രമതി, എടാ നീ അത് അവിടെ വെക്കടാന്ന് പറഞ്ഞു. അമ്മ ഞാൻ അതിന് കഴിച്ചില്ല അമ്മേ. അപ്പോഴത്തേക്കും മേടിച്ചവിടെ വെച്ചിട്ട് നീ അവളെ ആദ്യം കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർമാർ പറയുന്നത് തന്നെ സമയത്ത് ആഹാരം കഴിക്കാൻ എന്തൊരു കഷ്ടമായതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. ചന്ദ്രയാണെങ്കിൽ ആ ചോറും അവിടെ വെച്ചിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് മരുമോളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോയി അവർ രണ്ടുപേരും കൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്കും ചെന്നു. മോള് വേഗം ചെന്ന് റെഡിയാവെന്നും പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ കുഴി ശ്രുതിയായിട്ട് തന്നെ തോണ്ടി. സമയത്ത് ശ്രുതി അങ്ങ് പറഞ്ഞു വിട്ടിട്ട് മോനെ എന്നും പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ശ്രുതിയുടെ പിന്നാലെ പോകണം. എന്നിട്ട് അപ്പുറം ചെന്ന് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. ഇവർക്ക് മിണ്ടാനൊരു അവസരം കെടുക്കുന്നില്ല ചന്ദ്ര. അപ്പം എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, പോടാ പോ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂടെ ഉന്തി തള്ളി പറഞ്ഞ് വിടുവാണ്. അപ്പം ശ്രദ്ധിച്ച് പോണേ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവളുടെ കയ്യിൽ പിടിച്ചോടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ കൊണ്ട് മരുമകളുടെ കയ്യിലും പിടിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രക്കോ എൻ്റെ ദൈവമേ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. രേവതിയും സച്ചിയൊക്കെ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ ആലോചിച്ച് ഓടി പൂജാമുറിയിലേക്ക് പോവുക. പൂജാമുറിയിലേക്ക് പോകുന്ന ചന്ദ്രയുടെ പിന്നാലെ ഇവർ 3 പേരും കൂടി അങ്ങ് പോയി. അവിടെ ചെന്ന് നിന്ന് ദൈവത്തിനോട് നല്ല അമ്മയായതുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് വേറൊന്നുമല്ല, ദേവി ഞാൻ ആഗ്രഹിച്ചത് നടത്തി തന്നു. അവർ രണ്ടാമതായിട്ടാണ് കല്യാണം കഴിച്ചതെങ്കിലും ഈ വീടിന് ആദ്യത്തെ കുഞ്ഞിനെ അവരാണ് തരിക. അത് ദേവി എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടല്ലേ, സന്തോഷമായി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ദേവിയോട് പറയണം. ഈ സമയത്ത് നമ്മുടെ രവിയുടെ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. പൂജാമുറിയിൽ ചെന്ന് ചന്ദ്ര പറയുന്നതൊക്കെ കേട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ 3 പേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്ര പിന്നെ തലയെടുപ്പോട് കൂടി നോക്കുന്നത് രേവതിയെ. ഏതായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ നടന്നു. അത് കണ്ടിട്ടേ ഇവിടെ പലർക്കും അസൂയാണെന്ന് എനിക്കറിയാം, അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ, മനസ്സ് നന്നാവണമെന്നും പറഞ്ഞ് ആ ഒരു ഇതിൽ പറഞ്ഞു. എങ്കിലേ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ചന്ദ്ര അവിടെയും രേവതിയെ കുത്തി പറയും. അതും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയിട്ട് തിരിച്ചു വന്ന് രേവതിയെ ഇങ്ങനെ നോക്കുക കേട്ടോ. രേവതിയെ ഇങ്ങ് നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു.
ചിലർക്ക് ഈ ഭാഗ്യം അടുത്തൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ ശപിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ചന്ദ്ര അവിടുന്ന് പോകുന്നത്. അത് രേവതിക്ക് വല്ലാണ്ട് വിഷമമായി. രേവതി എന്നിട്ട് നമ്മുടെ സച്ചിയെ നോക്കി. എന്നിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി. അച്ഛ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുമ്പോൾ, നീ വിഷമിക്കണ്ടടാ മോനെ, അവൾ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ, അതൊക്കെ ആരെങ്കിലും കാര്യമാക്കണം, നീ അതൊക്കെ വിട്ട് കളയാൻ പറഞ്ഞു അച്ഛൻ മോനോട്. അങ്ങനെ അതും പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോവല്ലേ അച്ഛൻ എന്ന് സച്ചി ചോദിച്ചു. അതേടാ, ദേ അവർ രണ്ടുപേരും പോയിട്ട് വരട്ടേടാ എന്ന് പറഞ്ഞ രവിയേട്ടൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ സച്ചി നിന്ന് ആലോചിക്കാനും തുടങ്ങി. ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് അച്ഛൻ വീണ്ടും വന്നു. എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം, ഒന്നുമില്ല അച്ഛാ നമ്മുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരങ്ങോട്ട് പോയി. ആ സമയത്ത് നമ്മുടെ ശ്രുതിയെയും കൂട്ടി നേരെ പോകുന്നത് പാർലറിലേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാർലറിലേക്ക് ചെന്ന് കയറുമ്പോൾ മീര അവിടെ ഇരിപ്പുണ്ട്. മീര കണ്ടു കഴിഞ്ഞപ്പോൾ കൈ കൊടുക്കടി എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലും പിടിച്ചപ്പോൾ, നീ വിടടി, കൺഫേം ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ നീ ഡോക്ടറെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റ് ആകും, സിംറ്റംസ് ഒക്കെ കറക്റ്റ് അല്ലേ, നീ പ്രഗ്നൻ്റ് ആണോ എന്ന് മീര ചോദിച്ചു. ഉറപ്പാണോടി എന്ന് മീര ചോദിക്കുമ്പം, എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കും ശ്രുതി വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ എന്താ മിസ്റ്റർ ശ്രുതി, ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, ഇപ്പം അച്ഛനായെങ്കിലും പ്രൊമോഷൻ കിട്ടില്ല, ഹാപ്പി ആയല്ലോ അല്ലേ എന്ന് മീര ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് പറ്റി, ശ്രുതിക്കൊരു മൂഡ് ഔട്ട് ആണല്ലോ, മുഖത്ത് സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മീര ഇങ്ങനെ വന്ന് ശ്രുതിയോട് ചോദിച്ചു. ജപ്തി നോട്ടീസ് വന്ന് വീടിൻ്റെ ഉടമസ്ഥനെ പോലെ നിൽക്കുകയാണല്ലോ, എന്തു പറ്റി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് നിൻ്റെ ആൻറ്റി. 3 മരുമക്കളിൽ നീ ആദ്യം പ്രഗ്നൻ്റ് ആകണമെന്ന് അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കാം മീര. അപ്പോൾ ശ്രുതി ഇത് കൺഫേം ആണോ എന്ന് ശ്രുതി ചോദിച്ചു. അപ്പോൾ അത് ചെക്ക് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ ശ്രുതി എന്നും ശ്രുതി. അല്ല, ചെക്ക് ചെയ്യുമ്പോൾ കൺഫേം ആണോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്യാനാ, പ്രസവിക്കുക, അതിനുശേഷം കുഞ്ഞിനെ നൂല് കെട്ടി കാതുകുത്തുക. അപ്പോൾ നീ ഒന്ന് ചുമ്മാതിരുന്ന മീര, ശ്രുതി നീ നിങ്ങൾ വന്നേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വിളിച്ചുകൊണ്ട് ശ്രുതിയെ മാറ്റി നിർത്തി സംസാരിക്കാൻ നോക്കുക. അതെ ശ്രുതി, എനിക്ക് നിന്നോടത് എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അത് പിന്നെ ഈ സമയത്ത് നമുക്കൊരു കുട്ടിയൊക്കെ വേണോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പം, എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചത്? അല്ല, അത് പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ 1 വർഷം പോലും ആയില്ലല്ലോ. അതുമാത്രമല്ല, എനിക്കാണെങ്കിൽ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതാ ഈ സിറ്റുവേഷനിലേ നമുക്കൊരു കുട്ടിയൊക്കെ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പം, ഇപ്പോൾ ശ്രുതി എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. നമുക്ക് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിയുടെ കാര്യമൊക്കെ ആലോചിച്ചാൽ മതിയെന്നല്ലേ നമ്മളന്ന് തീരുമാനിച്ചത് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ, അതെ അതിന് സപ്പോസ് കൺഫേം ആയാൽ എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ശ്രുതി ചോദിച്ചു. അപ്പോൾ അതിന് വേറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ശ്രുതി എന്ന് ശ്രുതി പറയും. ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും ഇപ്പം നമുക്കൊരു കുട്ടി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. അപ്പോൾ ശ്രുതിയുടെ ഉള്ളിലിരുന്ന കാട്ടാളൻ പുറത്ത് വന്നത് നമ്മുടെ ശ്രുതി അറിഞ്ഞു. കൺഫേം ആയിട്ടില്ല, അതിനു മുന്നേ കുട്ടി പിറക്കാതിരിക്കാനുള്ള വഴി ആലോചിക്കുക നീ അല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി, കുട്ടി പിറന്ന അതിനു വേണ്ടി മണിയും ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ലൈഫ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പം തന്നെ ഇങ്ങനെയൊക്കെ ആയാൽ എന്ത് ചെയ്യുമെന്ന് ശ്രുതി ചോദിക്കാം. ഫസ്റ്റ് ടൈം അച്ഛനാകാൻ പോകുന്നു എന്നുള്ള ആ ഒരു റിയാക്ഷൻ ശ്രുതിയുടെ ഇതാണല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. അത് പിന്നെ ഞാൻ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ജോലിയില്ല എന്നുള്ളൊരു കാരണത്താൽ വീട്ടിൽ ഞാൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അത് നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ, അത് ശ്രുതിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരും എന്നറിയാവുന്നത് കൊണ്ടാണ് പെട്ടെന്നൊരു ജോലി കണ്ടെത്തണമെന്ന് ഞാൻ എപ്പോഴും ശ്രുതിയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, ശ്രുതിക്ക് മാത്രമാണ് ഇപ്പോൾ പേടിയുള്ളതെന്ന് ശ്രുതി പറയുമ്പോൾ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞ് ശ്രുതി. അപ്പോൾ ശ്രുതി, ഇനി എന്നോടൊന്നും പറയണ്ട, ചെക്ക് ചെയ്തിട്ട് ഇത് കൺഫേം ആണോ അല്ലയോ എന്ന് ആദ്യം അറിയട്ടെ, എന്തായാലും നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ശ്രുതി വിളിക്കുമ്പോൾ, ഡോക്ടറെ കാണാമെന്ന് അത് വേണ്ട, ഹോസ്പിറ്റലിൽ ഞാൻ മീരയെ കൂട്ടി പൊക്കോളാമെന്ന് ശ്രുതി അന്നേരം പറയാം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ശ്രുതി ചെല്ലെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുക ശ്രുതി. അപ്പം ഞാൻ ഇങ്ങോട്ട് ചെല്ലാനായിട്ട് ഒരു കമ്പനിയിലെ ജോബ് വേക്കൻസി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അവിടെ ചെന്ന് ഒരു ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്നോ, എല്ലാവർക്കും ജോലി എന്തിനാണെന്നോ ശ്രുതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു. ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ കുട്ടി പോലും വേണ്ട എന്നിപ്പോൾ ശ്രുതി പറഞ്ഞത്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുക. ശ്രുതി ചെല്ല്, അത് പിന്നെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം കമ്പനിയിൽ ചെന്നാൽ പോരെന്ന് ചോദിക്കുമ്പം, ഹോസ്പിറ്റലിൽ ഞാൻ മീരയും കൂട്ടി പോയിക്കോളാമെന്ന് പറഞ്ഞില്ലേ ശ്രുതി, ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞു. ശരി ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് മീരയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാം. നീ ഇവളെ ശ്രദ്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ, ശ്രദ്ധിക്കണേന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ ശ്രുതിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ വരെ ശ്രുതി എടുത്ത് കൊടുക്കുന്നത്. പിന്നെ റിസൾട്ട് അറിഞ്ഞ് ഉടനെ തന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി വിളിക്കാമെന്നും പറഞ്ഞു.
അപ്പോൾ ദേ കുഞ്ഞുണ്ടാവാൻ പോവാണെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. ശ്രുതി എന്താടി ഇങ്ങനെ എന്ന് മീര ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു. ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണെങ്കിൽ ഈ കുഞ്ഞ് വേണ്ടാന്ന് പറയില്ലെന്ന് ചോദിച്ചപ്പോൾ എന്തിന് ചെക്ക് ചെയ്യണം എന്ന് ചോദിച്ചു. നിനക്ക് സിംറ്റംസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രഗ്നൻറ്റ് ആണെന്ന് കൺഫേം ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഓരോ സിംറ്റംസും ഇല്ല എന്ന് ശ്രുതി പറയുക. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഈ ശ്രുതി പറയുന്നു. അപ്പം നീ കൊള്ളാവല്ലോടി, ഞാൻ പോലും നിന്റെ കാര്യം ഓർത്ത് കുറച്ച് നേരം സന്തോഷിച്ചു എന്ന് മീര പറയാം. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഞാൻ എന്ത് ചെയ്യാനാ, ഓഡിറ്റോറിയത്തിൽ സച്ച് പ്രശ്നം ഉണ്ടാക്കിയതോടെ ആൻറ്റി അച്ഛൻ്റെ കാര്യം മറന്നുവെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പെട്ടെന്ന് കുടുംബം മൊത്തം അച്ഛൻ എന്താ വരാത്തത്, അദ്ദേഹം എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വിഷയം മാറ്റാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ഓ അപ്പം ഇതും അഭിനയമായിരുന്നല്ലേ. ഇങ്ങനൊരു അഭിനയം കാഴ്ചവെച്ചത് കൊണ്ടേ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന അമ്മായിയമ്മ പെട്ടെന്ന് മാറി എന്നോട് സ്നേഹം കാണിച്ചു. നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നഖം വളർന്നപ്പോൾ അത് വെട്ടാൻ കോടാലി എടുത്ത കഥ പോലെയാണ് ഈ ഒരു വിഷയം. എപ്പോഴാണെങ്കിലും നീ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് അവരറിയില്ലേ, അപ്പം അത് വലിയ വിഷയമാവില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു മീര. അതിന് ഈ ഡ്രാമ ഞാൻ കണ്ടിന്യൂ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നും തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. വർഷയും ശ്രീകാന്തും വീട്ടിലില്ല. ആ ഒരു വിഷയത്തിലേക്ക് ആൻറ്റിയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എൻ്റെ കാര്യം പിന്നെ ആൻറ്റി മറന്നോളും. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കള്ളം പറഞ്ഞാലേ അത് മറയ്ക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നും അത് സത്യമാണെന്ന് എനിക്കിപ്പം മനസ്സിലായെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എത്ര കാലം നീ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നിൻ്റെ പ്ലാനെന്ന് മീര ചോദിക്കുമ്പോൾ ശ്രുതി നിന്ന് ആലോചന തുടങ്ങി. എത്ര കാലം പോകുമെന്ന് അറിയില്ല എന്നുള്ളൊരിതിൽ ഈ സമയത്ത് ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ തെക്കുവടക്ക് ഓടി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നീ ഈ ഒരു സമയത്ത് വിമാനം പിടിച്ചിരുന്നെങ്കിലേ നീ അങ്ങ് മുകളിൽ കന്യാകുമാരിയിലെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടപ്പ് നീ അങ്ങ് നടന്നോളാനും രവിയേട്ടൻ ഇങ്ങനെ പറയാം. അപ്പം ഞാനെന്തിനാ കന്യാകുമാരിക്ക് പോകണം, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ എന്ന് ചന്ദ്രമതി. നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴത്തെ എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം എത്രത്തോളമാണെന്ന്. നിൻ്റെ പിരി ഇളകി വന്നാൽ എനിക്കിപ്പോൾ സംശയം. നീ എന്തായാലും ഇവിടെ എങ്ങാനും വന്ന് ഇരിക്കേണ്ട ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയുക കേട്ടോ. അപ്പോൾ ഇതേ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു അവൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. ഉയ്യോ, ഡോക്ടർമാരെ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുന്നതിന് മുന്നേ നീ മുഖം നോക്കി കണ്ടുപിടിച്ചോ ചന്ദ്രേ? ഉയ്യോ, എന്നിട്ടെന്താ ചന്ദ്രൻ നീ മുന്നേ പറയാതിരുന്നേന്നൊക്കെ രവിയേട്ടൻ കളിയാക്കി ചോദിക്കും കേട്ടോ. നിന്നെപ്പോലെ ചിലരുണ്ട്, എന്തെങ്കിലും നടന്നാൽ അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു എന്ന് പറയുന്നവർ. അപ്പോൾ ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഓ പിന്നെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും, നിങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ കിടന്ന് വെകളി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രവിയേട്ടന് സമാധാനത്തോടെ ഇരിക്കാൻ വിടുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ ശ്രുതി ആദ്യം പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ അതിനോട് വല്ല മത്സരവും നടക്കുകയാണെന്ന് ചോദിച്ചു രവിയേട്ടൻ. അതെ, നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നല്ലോ ആദ്യം പിറക്കുന്ന കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തൊക്കെ എഴുതി വെക്കുമെന്ന്. ഫോൺ ചെയ്ത് നിങ്ങളുടെ അമ്മയോട് ആധാരമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാനായിട്ട് പറ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയവർ വരട്ടെ, അതിനുശേഷം നമുക്ക് ഫോൺ ചെയ്ത് പറയാം എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറഞ്ഞു. ആ സമയത്തും ചന്ദ്രയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വഴിക്കണ്ണം നട്ടിരിക്കാം. എത്ര സമയമായി അവർ പോയിട്ട്, എന്താ അവരിതുവരെയും വരാത്തേ, എന്താ ഇത്രയും സമയമൊക്കെ എടുക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രമതി അതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് ചന്ദ്രയ്ക്ക് പെട്ടെന്നൊരു എന്തൊക്കെയോ ഒരു ഇതുപോലെ. എന്നിട്ട് ചന്ദ്ര അവിടെ നിന്ന് തന്നെത്താൻ ചിരിച്ചുകൊണ്ട് ഏറ്റവും ഓടി രവിയേട്ടൻ പിന്നാലെ പോവുക. എന്നിട്ട് നോക്കുമ്പോൾ പൂജാമുറി പോയി നിന്ന് പ്രാർത്ഥനയാണ്. എന്നിട്ടാണെങ്കിലോ അവിടുന്ന് ഏതാണ്ടൊക്കെ എടുത്ത് മഞ്ഞത്തുണിയോ ചുമന്ന തുണിയൊക്കെ ഏതാണ്ട് കെട്ടുന്നു. അതിനുശേഷം തന്നെ നിന്ന് തല കറങ്ങുന്നു, വട്ടം കറങ്ങുന്നു, ദേവിയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ. ഈ സമയത്ത് ആണെങ്കിലോ നമ്മുടെ ഭാമ അങ്ങോട്ട് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരിക. എന്തൊരു വെയിറ്റാണ് ഇത്, രവിയേട്ടൻ എപ്പോഴും ചെലവ് ചെയ്യുന്നതെന്ന് ഭാമ അന്നേരം രവിയേട്ടനോട് ചോദിച്ചു. ചെലവ് ചെയ്യാനോ? എന്തിനാ ഞാൻ ചെലവ് ചെയ്യുന്നതെന്ന് രവിയേട്ടൻ ചോദിക്കാം. അല്ല, രവിയേട്ടൻ അച്ചാച്ചനാകാൻ പോവല്ലേ എന്ന് ഭാമ. നിന്നോട് ഇതിൻ്റെ എത്ര എന്ന് വിളിച്ചു പറഞ്ഞല്ലേ? പറഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഭാമേ എടീ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുമോ ചന്ദ്ര വന്ന് കെട്ടിപ്പിടിക്കുന്നു. അച്ഛമ്മേ നല്ല സന്തോഷത്തിലാണല്ലോ. ഞാൻ നിൻ്റെ അച്ഛമ്മയാണോടി? നീ അച്ഛമ്മയാകാൻ പോവല്ലേ, അത് കുഞ്ഞിൻ്റെ. നീ എന്നെ അച്ഛമ്മയെന്നൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ ഇതെന്താ മാങ്ങയൊക്കെ ആയിട്ട് നീ വന്നേ? കുറേ ഉണ്ടല്ലോ. ശ്രുതി ഗർഭിണിയാണെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോഴേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഓടാനും വയ്യ. അവൾക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചെടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു മാവിലുള്ള മുഴുവൻ മാങ്ങയുണ്ടല്ലോ, എന്തിനാ ഇത്രയും മാങ്ങ? അവൾ വേണ്ടുവോളം തിന്നട്ടെ. പിന്നെ എന്നോട് വിവരം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു പയ്യനെ മാവിൽ കയറ്റി. അതിനിപ്പോഴും കൺഫേം ആയിട്ടില്ലല്ലോ ഭാമേ. പിന്നെന്താ ഈ മാങ്ങയൊക്കെ കൺഫേം ആയിട്ട് കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്ന് ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ ചോദിക്കുക. അപ്പോൾ കൺഫേം ആയതുപോലെ തന്നെയാടി, ഈ രവിയേട്ടൻ ചുമ്മാ പറയുന്നതാണെന്ന് ചന്ദ്രമതി
ഭാമയോട് പറയുമ്പോൾ ശ്രുതി ഞാൻ കാരണം ഇവിടെ വന്ന മരുമകളാ, അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ഭാമ അന്നേരം രവിയേട്ടനോട് ചോദിച്ചു. ഇവരിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ മാങ്ങാപ്പഴത്തിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കാം. എന്നിട്ട് ആ മാങ്ങ എടുത്ത് ചന്ദ്രയുടെ അകത്തേക്ക് വെക്കാനായിട്ട് നമ്മുടെ ഭാമ പറഞ്ഞു. ചന്ദ്ര ആ മാങ്ങ എടുക്കുകയല്ല, ആ ഷോപ്പറിലുണ്ടായിരുന്ന മാങ്ങയോൾ മുഴുവനും ആ നിലത്തേക്ക് പോയി. അപ്പോഴാണ് നമ്മുടെ രേവതി അതിലെല്ലാം നടന്നു വരുന്നത്. ആ മാങ്ങയിൽ ചവിട്ടി രേവതി അങ്ങ് തെന്നി അങ്ങ് വീഴാൻ പോകുമ്പോഴത്തേക്കും സച്ചി കയറി രേവതിയെ പിടിച്ചു. പിന്നെ രേവതിയെ രക്ഷിക്കാനായിട്ട് സച്ചി വന്നതുപോലെ ആയിപ്പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. ഭാമയ്ക്ക് ആകെ നാണം. പക്ഷേ ചന്ദ്രയ്ക്ക് അത് ദേഷ്യം വന്നു. ചന്ദ്ര കലിപ്പോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതി കാണിച്ചു വെച്ച പൊല്ലാപ്പിലാണ് രേവതി വീഴാൻ പോയത്. അതെ, അടുത്ത് തന്നെ ഞാൻ ഒരു സഞ്ചി മാങ്ങയും കൂടെ കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ഭാമ എന്നാലും ഇവരോട് ചോദിക്കാം. അപ്പോഴത്തേക്കും കൈയൊക്കെ എടുത്ത് മാറ്റി അവർ രണ്ടുപേരും മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കുക. രവിയേട്ടൻ അന്നേരം ചിരിക്കുന്നു. മോശം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ മോനെ നോക്കിയൊരു കള്ള ചിരിയൊക്കെ ചിരിക്കുന്നു. ഛേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ ഭാവമൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്താ ഇത്, എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇവരെന്താ കാണിച്ചതെന്ന് ചന്ദ്ര കയറി ചോദിക്കാം. ആ രേവതി വീഴാൻ പോയപ്പോൾ സച്ചി അവളെ പിടിച്ചു, അതിനിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ദേഷ്യപ്പെടുക. അല്ല അച്ഛാ, അതെ എന്തിനാ അച്ഛാ ഇത്രയും മാങ്ങ അച്ചാറിടാനാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊണ്ടുവന്നതാ സച്ചി. ആൻറ്റി മാങ്ങ കച്ചവടമൊക്കെ തുടങ്ങിയോ? ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ ഭാമ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? അവൾ പ്രഗ്നൻ്റ് അല്ലേ? കൺഫേം ആയോ അച്ഛാ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അതിന് മുൻപ് നിൻ്റെ അമ്മ നാട്ടുകാരെ മൊത്തം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു എന്ന് രവിയേട്ടൻ പറഞ്ഞു. ഓ അത് ശരിയെന്ന് പറഞ്ഞാൽ സച്ചി അവിടെ ഇരിക്കാം. അപ്പം എന്താടി നീ നോക്കി നിൽക്കുന്നത്, എല്ലാം എടുത്ത് സഞ്ചിയിലിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കടിയെന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയുമ്പോൾ രേവതി അത് അതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ എല്ലാം അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ കയറി വന്നപ്പോഴത്തേക്കും ഭാമ ഓടി ചെന്ന് കൺഗ്രാറ്റ്സ് മോളെ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. മോളെ ഇരിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ശ്രുതിയും ആണെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. ഇതെന്താ അമ്മേ ഇത്രയും മാങ്ങയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് വേണ്ടി ഭാമ കൊണ്ടുവന്നാണെന്ന് ചന്ദ്ര പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ തോന്നും. പിന്നെ മോളെ ഡോക്ടർ എന്താ പറഞ്ഞേ, നന്നായി ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിക്കുക. ശ്രുതി ആണെങ്കിൽ ആകെ വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുക ശ്രുതി എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശ്രുതിമോളെ ഇനി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, മുൻപത്തെ പോലെ ഓടിച്ചാടി ഒന്നും നടക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി പറയുമോ. അപ്പോൾ ചന്ദ്ര ഡോക്ടർ എന്താ പറഞ്ഞത്, എന്താ റിസൾട്ട്, അത് പറയാനായിട്ട് നമ്മളെ വിട് നീ എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുമ്പം ഇതിങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തിക്കുമുട്ടിയിരിക്കുന്ന നമ്മുടെ ശ്രുതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.